ദേഷ്യം വരുമ്പോഴാണ് ഇത്രയും മൊളേഷ്യ ഉണ്ടാക്കുക. നമ്മളിന്ന് ചക്ക കൊണ്ടാണ് കേട്ടോ മൊളേഷ്യ ഉണ്ടാക്കുന്നത്. നല്ല മൂത്ത ചക്ക കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് നല്ല കഷ്ണം കഷ്ണമായിട്ട് മുറിക്കുക. ചക്ക കൊണ്ട് എന്തുണ്ടാക്കുമ്പോഴും അതിൻ്റെ കുരു ഇടണം പോലും, അല്ലെങ്കിൽ ചക്ക വിചാരിക്കുമെന്ന് എത്ര മക്കളുണ്ടായിരുന്നു എനിക്ക്, ആരും എൻ്റെ കൂടെ വന്നില്ല എന്ന്. കഷ്ണം അപ്പം എങ്ങനെ മുറിച്ചാലും കുഴപ്പമില്ല, നമ്മളത് കുത്തി ഉടയ്ക്കുകയാണ് ചെയ്യുക. മൊളേഷ്യത്തിൽ നമ്മൾ കുരുമുളക് പൊടിയാണ് കേട്ടോ ഉപയോഗിക്കുക. അതിപ്പോൾ നിങ്ങൾക്ക് എത്ര എരിവ് വേണമെന്ന് അനുസരിച്ചിട്ടാണ് ചേർക്കുക. ഈ കുരുമുളക് പൊടി നമ്മൾ ആദ്യം തന്നെ ഇടണം, അത് നന്നായിട്ട് വേവാനുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടിയും ഉപ്പും വെള്ളവും ചേർത്തിട്ട് നമുക്കിത് വേവിക്കാൻ വെക്കാം. ചക്ക ആയതുകൊണ്ട് കുക്കറിലൊന്നും ഇടണമെന്നില്ല. മൊളേഷ്യ ഉണ്ടാക്കുമ്പോൾ നല്ല ഫ്രഷ് കുരുമുളക് പൊടി തന്നെ വേണം. അപ്പോൾ ഈ പാത്രത്തിൻ്റെ അടപ്പ് അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു സ്മെല്ല് വരാനുണ്ട്. ഈ കഷ്ണമൊക്കെ ഒന്ന് നമുക്ക് ഉടച്ചു കൊടുക്കാം. ഇതിപ്പോൾ കണ്ടില്ലേ, പെട്ടെന്നായി. അപ്പോഴത്തേക്ക് നമുക്ക് വേഗം അരപ്പുണ്ടാക്കണം. മൊളേഷ്യത്തിൽ നമ്മൾ തേങ്ങയും ജീരകവും മാത്രമാണ് കേട്ടോ അരയ്ക്കുക. ഈ കുരുമുളക് പൊടിയിലാണ് അതിൻ്റെ എരിവൊക്കെ ഉണ്ടാവുക. വേറെ നമ്മൾ മുളകൊന്നും ചേർക്കുന്നില്ല. അയ്യോ, അരപ്പ് ചേർക്കുന്നതിന് മുന്നേ നമ്മൾ ഒരിത്തിരി വെളിച്ചെണ്ണ ഇതിലേക്ക് ഈ വെന്ത ചക്കയിലേക്ക് ആക്കണേ. എന്നിട്ടേ നമ്മൾ അരപ്പ് ഒഴിക്കാൻ പാടുള്ളൂ. അത് അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് കേട്ടോ. ഇതൊക്കെ ഒന്ന് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്ക് അരപ്പിടാം. അരപ്പിട്ട് അതിൻ്റെ കൂടെ ജാറ് കഴുകിയ ലേശം വെള്ളം ഒഴിച്ചപ്പോൾ ആദ്യം തോന്നി കുറച്ച് വെള്ളം അധികമായിപ്പോയോ എന്ന്. പിന്നെ നന്നായി ഇളക്കുകയൊക്കെ ചെയ്തപ്പോൾ കറക്റ്റ് പാകമായി. ഈ കറി ഈ ഒരു കളറിലാണ് കേട്ടോ ഉണ്ടാവുക. നമ്മൾ മുളകൊന്നും അരച്ചിട്ടില്ലല്ലോ, അതുകൊണ്ടൊരു പച്ച മഞ്ഞ അങ്ങനെ ഒരു കളറാണ് ഉണ്ടാവുക. എനിക്കിപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് മഞ്ഞൾപ്പൊടി കുറഞ്ഞു പോയോ എന്ന് സംശയം വന്നു. അങ്ങനെ ഞാൻ കുറച്ചും കൂടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. മഞ്ഞൾപ്പൊടി ഒന്നും ഇങ്ങനെ രണ്ടാമത് ഇടാൻ പാടില്ല, അപ്പോൾ മഞ്ഞൾപ്പൊടീൻ്റെ ഒരു ചൊയ വരും. അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് തിളപ്പിക്കണം. ഇതൊക്കെ അറിഞ്ഞിട്ടും ഞാൻ ഇട്ടത് തന്നെയാണ്. എനിക്ക് കുറച്ച് കുറവാണോ എന്ന് തോന്നിപ്പോയി. ഇതാവുമ്പോഴത്തേക്ക് നമുക്ക് വേഗം കുറച്ച് ചെറിയുള്ളി നന്നാക്കാനുണ്ട്. ഇനി ഇതിൽ വറവിടണം, അപ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റായിട്ട് വരിക. ചെറിയ ഉള്ളി തന്നെ വേണം കേട്ടോ, വലിയ ഉള്ളി എടുക്കരുതേ. ചെറിയുള്ളി നന്നാക്കിയിട്ട് ചെറുതായിട്ട് മുറിക്കുക. പിന്നെ എണ്ണയിൽ കടുകും ഉഴുന്നും ഈ ചെറിയുള്ളിയും ഒരു 2-3 വറ്റൽമുളകും കൂടി പിന്നെ കരിവേപ്പിലയും കൂടി വറവിടുക. കഴിഞ്ഞു. ആ വറവെടുത്ത് ഈ കറീൻ്റെ ഉള്ളിലേക്കും കൂടി ഇടണേ. ഈ കറി അങ്ങനെ അധികം ലൂസാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഇതൊരു തിക്ക് ഗ്രേവി ആയിട്ട് തന്നെയാണ് ഉണ്ടാവാറ്. വേണമെങ്കിൽ ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാം. പ്രസവമൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ചക്ക ഇല്ലെങ്കിൽ കായ് കൊണ്ട് ഇതേ രീതിയിൽ നമുക്ക് മൊളേഷ്യയൊക്കെ വെച്ച് തരാറുണ്ട്. അത് നമ്മൾ കൂട്ടി കൂട്ടി മടുക്കും. പിന്നെ കുരുമുളക് പൊടി വയറിലെത്തുന്ന നല്ലതാണെന്ന് പറഞ്ഞിട്ട് എല്ലാ ദിവസവും മൊളേഷ്യം. ദേഷ്യം വരുമ്പോഴാണ് മൊളേഷ്യ ഉണ്ടാക്കുക എന്ന് പറയുമ്പോൾ, പ്രസവിച്ച് കിടന്നാൽ മൊളേഷ്യം കാണുമ്പോഴാണ് നമുക്ക് ദേഷ്യം വരിക. എപ്പോഴും കൂട്ടുമ്പോഴാട്ടോ ഞാൻ പറഞ്ഞത്. ഇതിപ്പോൾ നമ്മൾ ചക്ക കിട്ടിയപ്പോഴല്ലേ ഉണ്ടാക്കിയേ. ഇതിന് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. ചക്ക കിട്ടുമ്പോൾ ആദ്യം ഒരു കുറച്ചെടുത്തിട്ട് ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. നല്ല പച്ചരി ചോറും മൊളേഷ്യവും, ആഹാ. ഞാൻ വേഗം പോയി ചോറ് കഴിക്കട്ടെ കേട്ടോ. നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കണേ.